ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങൾ ചെയ്യുന്നത് കിഡ്സ് സ്പെഷ്യൽ റെസിപ്പീസാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പീസാണ് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് പൊരിച്ച ദോശയാണ്. ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. നോർമൽ ദോശമാവ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശമാവിൽ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം, എന്നാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എണ്ണ നല്ല ചൂടായ ശേഷം ദോശമാവ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കറക്കിയിട്ടെടുക്കുക. മേലെ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഇങ്ങനെ കോരിയിട്ട് മേലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ബബിൾസ് വരാതെ ഇങ്ങനെ പൊന്തിയിട്ട് വരും നന്നായിട്ട്. ഒരു സൈഡ് നന്നായിട്ടായ ശേഷം നമുക്ക് മറിച്ചിടാം. ഇതുപോലെ നല്ല ബ്രൗണിഷ് കളറായിട്ട് കിട്ടും. ഇനി അടുത്ത സൈഡും ഇതുപോലെ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കോരിയെടുക്കാം, എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കുറച്ച് ഓയിലി ദോശയാണിത്. പക്ഷേ നമുക്ക് വെറൈറ്റി ആയിട്ടൊരു റെസിപ്പി ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. ക്യാരറ്റും കുക്കുംബറും യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ സലാഡാണ് എടുത്തത്. ക്യാരറ്റും കുക്കുംബറും ഒരു ബൗളിലേക്ക് ഇട്ട ശേഷം കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കുക. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതിന് ശേഷം കുറച്ച് ആപ്പിൾ സിഡർ വിനീഗർ. നോർമൽ വിനീഗറും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒഴിക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി ആൻഡ് ഹെൽത്തി സലാഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ലഞ്ചിന് സിമ്പിളായിട്ടുള്ള ചിക്കൻ ഗാർലിക് റൈസാണ്. ആദ്യം പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിലേക്കൊരു 4-5 ക്ലോസ് ഗാർലിക് ചോപ്പ് ചെയ്തിട്ടിടാം. ഗാർലിക്കിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് സോട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒനിയൻ ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കനാണ്. ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ചിക്കന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുക. പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ ഇടണമെന്നില്ല, ഓപ്ഷണലാണ്. നമ്മളടുത്ത് ഉണ്ടെങ്കിൽ ഇടാം. വേറെ സ്പൈസസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് പെപ്പർ പൗഡർ മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കുള്ള ഡിഷായതുകൊണ്ട് അധികം സ്പൈസി അല്ല. പിന്നെ വേവിച്ച് വെച്ച റൈസ് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ബസുമതി റൈസാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. വേറെ സ്പൈസസ് ഒന്നും ഇടണ്ട. സോയാ സോസ് ഉണ്ടെങ്കിൽ കുറച്ച് നമുക്കിതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഗാർലിക്കിൻ്റെ എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഗാർലിക് ഒന്ന് സീസൺ ചെയ്തിട്ടെടുക്കണം. ജസ്റ്റ് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ബ്രൗണിഷ് കളറാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. എന്നിട്ട് ഈ മിക്സി നമ്മൾ ഈ റൈസിലേക്ക് ഒഴിക്കുക. ആ ഗാർലിക്കിൻ്റെ സ്മെല്ലും ഫ്ലേവറൊക്കെ റൈസിൽ വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജസ്റ്റ് 10 മിനിറ്റ് മൂടി വെക്കാം. സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയത് ഡ്രാഗൺ ചിക്കനാണ്. നല്ല സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണിത്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത് ഒരു എഗ്ഗ്, പിന്നെ കുറച്ച് സോയാ സോസ്, പിന്നെ കുറച്ച് ഹോട്ട് സോസ്, പിന്നെ കുറച്ച് കെച്ചപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചിക്കൻ ഇതുപോലെ ചെറിയ സ്ട്രൈപ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടെടുക്കേണ്ടത്.
ആ മിക്സ്ചറിലിട്ടിട്ട് ചിക്കന് നന്നായിട്ട് കോട്ട് ചെയ്തിട്ടെടുക്കാം. ചിക്കനിലേക്ക് ആ സോസുകളൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ മൈദ കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ആ സെയിം പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ചിക്കനിലേക്കുള്ള മസാലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് ഒനിയൻ ഇടാം, പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഇടാം. ക്യാപ്സിക്കം ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കുള്ളത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒനിയനും ക്യാപ്സിക്കവും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടെടുത്താൽ മതി, അധികം വേവേണ്ട ആവശ്യമില്ല. വെന്താൽ ക്യാപ്സിക്കൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടെടുത്താൽ മതി. ചില്ലി ഫ്ലേക്സ് ആണ് സ്പൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. പിന്നെ അതിലേക്ക് എല്ലാ സോസസും ആഡ് ചെയ്യും. സോയാ സോസും ഹോട്ട് സോസും കെച്ചപ്പും എല്ലാതും കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫിഷ് ക്രാക്കേഴ്സ്, ലെഫ്റ്റ് ഓവർ റൈസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് റൈസും 1/2 കപ്പ് റൈസ് ഫ്ലോറുമാണ്. പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ വലിയ ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ചോറും അരിപ്പൊടിയും സെയിം എമൗണ്ടിൽ തന്നെ എടുക്കണം, എന്നാലേ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി കിട്ടുള്ളൂ. പിന്നെ ഫിഷ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഫിഷാണ്, ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം. നന്നായിട്ട് കുഴച്ചൊരു ബോൾ പരുവത്തിലാക്കിയിട്ടെടുക്കാം. ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ തന്നെ നമുക്ക് ആയി കിട്ടും. പിന്നെ കൈമ കുറച്ച് എണ്ണ തടവിയിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ടെടുക്കാം. പിന്നെ ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് കൈയിൻ്റെ ഉൾവെള്ളയിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതുപോലെ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക്. അധികം എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു സ്നാക്കാണിത്. ഫിഷിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈവനിങ് ടൈമിൽ നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പിസ്സ പൊറോട്ടയാണ് ഡിന്നറിന്. ചിക്കന് ജസ്റ്റ് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടിട്ട് ജസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടാണുള്ളത്. എന്നിട്ട് ചുട്ടെടുത്ത പൊറോട്ടയിലേക്ക് കുറച്ച് പിസ്സ സോസ് തേച്ച് പിടിപ്പിക്കുക. പിസ്സ സോസ് തന്നെ ആവണമെന്നില്ല, കെച്ചപ്പ് യൂസ് ചെയ്താലും മതി. പിന്നെ കുറച്ച് മൊസറല്ല ചീസ് നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചിക്കനും സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്ക് വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒനിയനും ക്യാപ്സിക്കവും
ഒക്കെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പം കറക്റ്റ് പിസ്സേൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അതിൻ്റെ മേലെ മൊസറല്ല ചീസ് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്കും ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് കിട്ടും. നല്ലൊരു പിസ്സേൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെ ആയി കിട്ടും. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ കിഡ്സ് സ്പെഷ്യൽ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതും പിന്നെ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പീസാണ് ഇതെല്ലാം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.